ഹായ് ഫ്രണ്ട്സ്, sctechmalayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം കാണാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നാൽ അതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന ഈ ആപ്ലിക്കേഷൻ. ആ ഹിഡൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമുക്കിനി ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ കാണാം ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഇവിടെ നിന്നും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം ഒരു 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഒരു ഷെയർ ബട്ടൺ, അതുപോലെ തന്നെ ഒരു എഡിറ്റിംഗിന്റെ ഒരു ചെറിയ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഡിലീറ്റ് ബട്ടണും നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത് ഈ ഒരു ഗൂഗിളിന്റെ ലെൻസ് ബട്ടണാണ്. നമ്മൾ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ചെറിയ പ്രോസസ്സിംഗ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു പിക്ചറാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സെർച്ച് ഇമേജ് ആൻഡ് ഗൂഗിളിന് എഴുതിയ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ആരോ മാർക്ക് ഇട്ട ഒരു ഭാഗം കാണാം. ഇതിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ പിക്ചറിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണിന്റെ ഫോട്ടോ ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. ആ ഫോൺ ഏതാണെന്നും അത് ഏത് കമ്പനിയുടേതാണ്, അതിന് എത്രയാണ് വില എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും ടൂർ പോകുന്ന സമയത്ത് ഏതെങ്കിലും പാലസോ വല്ലതും നമ്മുടെ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാലസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു ഫോട്ടോയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ബട്ടണാണ് ഈ ഗൂഗിളിന്റെ ഈ ലെൻസ് എന്ന ഈ ഒരു ബട്ടൺ. നമുക്കിനി ഇതിന്റെ അടുത്തൊരു ഉപയോഗം ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ അടുത്തൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നീ കാണുന്ന ചെറിയൊരു പത്രത്തിന്റെ കട്ടിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നിന്നും ഈ ടെസ്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഈ ഗൂഗിൾ ലെൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ. നമുക്ക് അതിലൊന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങൾക്ക് മുകളിലൂടെ കാണാം ഒരു ടെസ്റ്റ് സെലക്ഷൻ എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. അതിലൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ കാണാം ആ ഫോട്ടോയിലുള്ള എല്ലാ ടെസ്റ്റുകളും ഇവിടേക്ക് ആഡ് ആയത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കോപ്പി കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒട്ടനേകം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന ഈ ആപ്ലിക്കേഷൻ. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. അതിനായി ഞാനിവിടെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം. ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു സെറ്റിംഗ്സ് ബട്ടൺ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫിൽറ്ററുകൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് വേണ്ട ഫിൽറ്ററുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഒരുപാട് ഫിൽറ്ററുകൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് വേണ്ട ഫിൽറ്ററുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിന്റെ ലൈറ്റ് അതുപോലെ തന്നെ കളറ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനടുത്തൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഡൺ കൊടുക്കുക. നിങ്ങളുടെ എഡിറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം സേവ് എന്ന ബട്ടൺ കാണാം. ഇതിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് ആ ഫോട്ടോ സേവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ലഭ്യമായിട്ടുള്ള അടുത്തൊരു ഉപയോഗം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ
നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ചെറിയ ഷെയ്ക്കിങ് ആ വീഡിയോക്ക് കാണാറുണ്ട്. ആ ഷെയ്ക്കിങ് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോ ചെറിയ ഷെയ്ക്കിങ് കാണാം. നിങ്ങൾക്ക് ഒരു ചെറിയ ഷെയ്ക്കിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് ഇവിടെ നിന്നും പാടെ റിമൂവ് ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ഇവിടെ ഈ സെറ്റിംഗ്സിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റെബിലൈസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റെബിലൈസിങ് ഇവിടെ നടക്കുന്നത് കാണാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് പലതരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരുന്നു. എന്നാൽ ഈ ഗൂഗിൾ ഫോട്ടോസിന്റെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ തന്നെ ലഭിക്കുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. ഇത് കൂടാതെ തന്നെ ഒട്ടനേകം ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ഒരു ഷെയ്ക്കിങ് ഇവിടെ നിന്നും പാടെ റിമൂവ് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പൊ എവിടെയെങ്കിലും ക്യാമറ ഫിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത പോലെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെയുള്ള പുതിയ അറിവുകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.